ദില്ലി മദ്യനയ കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനായിരിക്കുന്നു. 50 ദിവസം അദ്ദേഹം ജയിലിനുള്ളിലായിരുന്നു. അതിനുശേഷം 50ാമത്തെ ദിവസം ജയിൽ മോചിതനാകുമ്പോൾ ഏറെ വിവാദം സൃഷ്ടിച്ച, ഏറെ ചർച്ച ചെയ്യപ്പെട്ട ദില്ലി മദ്യനയ കേസ് എന്തായിരുന്നു, എന്തൊക്കെയായിരുന്നു അതിന്റെ നാൾവഴികൾ എന്നുള്ളതാണ് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ദില്ലി മദ്യനയ കേസ് എന്താണ്? ദില്ലി മദ്യനയ കേസ് പുതിയ മദ്യനയം ദില്ലി സർക്കാർ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതോടുകൂടിയാണ് ഈ കേസിന് വിവാദമായ സംഭവ വികാസങ്ങൾ ആരംഭിക്കുന്നത്. 2021 നവംബർ 17-നാണ് പുതിയ മദ്യനയം ദില്ലി സർക്കാർ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നത്. അതുവരെ ഉണ്ടായിരുന്ന നയം മാറ്റി സ്വകാര്യ മേഖലയ്ക്ക് കൂടുതൽ പങ്കാളിത്തം നൽകുന്നതായിരുന്നു ദില്ലി സർക്കാർ പുതുതായി കൊണ്ടുവന്ന മദ്യനയം. സർക്കാരിന്റെ നിയന്ത്രണങ്ങളും സർക്കാരിന് ഈ മേഖലയിലുള്ള സ്വാധീനവുമൊക്കെ ഏറെക്കുറെ പൂർണ്ണമായും അവസാനിച്ച ഈ മേഖല പൂർണ്ണമായും സ്വകാര്യവൽക്കരിക്കുന്നതിലേക്ക് ഈ പുതിയ നയമാറ്റത്തിലൂടെ വഴിവെക്കുകയായിരുന്നു. മാത്രമല്ല, ഈ സ്വകാര്യ മേഖലയിലെ കച്ചവടക്കാർ തമ്മിലുള്ള മത്സരബുദ്ധി, കിടമത്സരം, ഇതൊക്കെ മദ്യത്തിന്റെ വില വളരെയധികം കുറയാനും ഒരു കുപ്പി വാങ്ങുമ്പോൾ മറ്റൊന്ന് ഫ്രീ എന്നതുവരെയുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറാനും കാരണമായി. ഇതിലൂടെ സർക്കാരിന് വലിയ നഷ്ടമുണ്ടായി, സർക്കാർ ഖജനാവിന് കോടികളുടെ നഷ്ടമുണ്ടായി എന്നുള്ളതായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട പ്രധാനമായും അന്ന് പ്രതിപക്ഷം ഉയർത്തിയ ആരോപണം. 2021 നവംബർ 17-ന് ദില്ലി സർക്കാർ കൊണ്ടുവന്ന മദ്യനയമാണ് ഈ കേസിന് ആരംഭം കുറിക്കുന്നത്. രണ്ടാം ഘട്ടത്തിൽ മദ്യനയം കൊണ്ടുവരുന്നതോടുകൂടി തന്നെ പ്രതിപക്ഷം അഴിമതി ആരോപണം ഉന്നയിക്കുന്നു. നമുക്കറിയാവുന്നതുപോലെ തന്നെ കോൺഗ്രസ് ആണ് പ്രധാനമായും ഈ കേസിൽ അഴിമതി ആരോപണം ഉന്നയിക്കുന്നത്. കോൺഗ്രസിന്റെ അധികാരത്തെ ഇല്ലാതാക്കിയാണ് ആം ആദ്മി എന്നൊരു പുതിയ പാർട്ടി തലസ്ഥാനത്ത് ആ ഘട്ടത്തിൽ രൂപപ്പെടുന്നത്. അതോടുകൂടി തന്നെ ആം ആദ്മി കോൺഗ്രസിന്റെ രാഷ്ട്രീയ ശത്രുക്കളായി മാറുന്നു. ആ സർക്കാർ കൊണ്ടുവന്ന പുതിയ മദ്യനയത്തെ കോൺഗ്രസ് ശക്തിയുക്തം ചോദ്യം ചെയ്യുന്നു. സർക്കാരിന് വലിയ നഷ്ടമുണ്ടായി എന്ന് പറയുന്നു. സ്വകാര്യ മേഖലയെ സംരക്ഷിക്കാനാണ്, സഹായിക്കാനാണ് പുതിയ മദ്യനയം എന്ന് പറയുന്നു. വലിയ അഴിമതി ആരോപണം കോൺഗ്രസ് ഉന്നയിക്കുന്നു. അങ്ങനെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് വലിയ അഴിമതി ആരോപണം വരുന്നതോടുകൂടി ഈ കേസിൽ അല്ലെങ്കിൽ ഈ സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിടുകയാണ് ദില്ലിയിലെ ലഫ്റ്റനന്റ് ഗവർണർ. അങ്ങനെയാണ് ആദ്യമായി ദില്ലി മദ്യനയ കേസ് വലിയ ചർച്ചകളിലേക്കും വിവാദങ്ങളിലേക്കൊക്കെ വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. കേസ് അന്വേഷിക്കാൻ ഉത്തരവിട്ടതിന് പിന്നാലെ 2022 ജൂലൈ 8-ന് കോടികളുടെ അഴിമതിയാണ് പുതിയ മദ്യനയത്തിലൂടെ ഉണ്ടായത് എന്ന റിപ്പോർട്ട് നൽകുകയാണ് ചീഫ് സെക്രട്ടറി. അതായത് ആ ഘട്ടത്തിൽ പ്രതിപക്ഷം കോൺഗ്രസ് ഉന്നയിച്ച വാദങ്ങൾ ഏറെക്കുറെ ശരിയാണ് എന്ന വരുന്ന തരത്തിലാണ് ആദ്യത്തെ റിപ്പോർട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് വരുന്നത്. 2022 ജൂലൈ 8-നാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. അതിൽ പറയുന്നു പുതിയ മദ്യനയം കോടികളുടെ അഴിമതി ഉള്ളതാണ് എന്നും സർക്കാരിന് വലിയ നഷ്ടമുണ്ടാക്കി എന്നും. ഇതോടുകൂടി വലിയ വിവാദങ്ങളും ആരോപണങ്ങളും വരുന്നു, ഈ റിപ്പോർട്ട് വരുന്നു. അതിന് പിന്നാലെ 2022 ജൂലൈ 31-ന് ദില്ലി സർക്കാർ ഈ പുതിയ മദ്യനയം പിൻവലിക്കുകയും ചെയ്തിരുന്നു. പിന്നീടങ്ങോട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദങ്ങളും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉണ്ടാകുകയാണ്. പ്രധാനപ്പെട്ട പ്രതിപക്ഷമായിരുന്ന കോൺഗ്രസ് ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള ആം ആദ്മിയുടെ നേതാക്കൾക്ക്, ഉപമുഖ്യമന്ത്രിക്ക്, മറ്റു മന്ത്രിമാർക്കൊക്കെയും ഈ കേസിൽ പങ്കാളിത്തമുണ്ട്, അവരുടെ അറിവോടുകൂടിയാണ് ഇങ്ങനെ മദ്യനയത്തിൽ മാറ്റം വരുത്തിയതും സ്വകാര്യ മേഖലയെ സംരക്ഷിച്ചതും എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. അങ്ങനെ 2022 ഓഗസ്റ്റ് 17-ന് മുൻ ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയ അടക്കം 15 പേർക്കെതിരെ മദ്യനയവുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്യുന്നു. പിന്നീട് ഈ കേസ് ED ഏറ്റെടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. 2022 ഓഗസ്റ്റ് 22-നാണ് ഈ കേസ് ED ഏറ്റെടുക്കുന്നത്. ED ഏറ്റെടുക്കുന്നതോടുകൂടി തന്നെ ആ കേസിന്റെ നിറം മാറുന്നു, സ്വഭാവം മാറുന്നു, അന്വേഷണത്തിന്റെ രീതി മാറുന്നു, അവിടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉടലെടുക്കുന്നു. 2022 ഓഗസ്റ്റ് 22-ന് ഈ കേസ് ED ഏറ്റെടുക്കുകയാണ്. അതിന് പിന്നാലെ 2022 ഒക്ടോബർ 17-ന് മനീഷ് സിസോദിയെ CBI ചോദ്യം ചെയ്യുന്നു. ആദ്യഘട്ടത്തിൽ CBI ആണ് ഈ കേസ് അന്വേഷിച്ചിരുന്നത്. CBI മനീഷ് സിസോദിയെ ചോദ്യം ചെയ്യുകയാണ്. മനീഷ് സിസോദിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയ പങ്കുണ്ട് എന്ന് CBI ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നു. അങ്ങനെയാണ് മനീഷ് സിസോദിയുടെ ചോദ്യം ചെയ്യലിലേക്ക് വരുന്നത്. ഈ ചോദ്യം ചെയ്യലിന് പിന്നാലെ 2023 ഫെബ്രുവരി 26-ന് മനീഷ് സിസോദിയെ CBI അറസ്റ്റ് ചെയ്യുകയാണ്. മനീഷ് സിസോദിയുടെ അറസ്റ്റോടുകൂടി ആം ആദ്മി സർക്കാരിന്റെ പൂർണ്ണമായും അറിവോടുകൂടിയാണ് ഈ മദ്യനയത്തിലെ അഴിമതി നടത്തിയതെന്ന് പ്രതിപക്ഷം അടിവരയിടുകയാണ്. അതാണ് മനീഷ് സിസോദിയുടെ അറസ്റ്റിലേക്ക് നയിച്ചതെന്ന് പ്രതിപക്ഷം ആരോപിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആം ആദ്മി സർക്കാരിനെ അടിക്കാനുള്ള വലിയ വടിയായി പ്രതിപക്ഷത്തിന്റെ കയ്യിലേക്ക് മദ്യനയ കേസ് മാറുകയാണ്.
മനീഷ് സിസോദിയുടെ അറസ്റ്റിന് പിന്നാലെ 2023 ഏപ്രിൽ 16-ന് അരവിന്ദ് കെജ്രിവാളിനെയും CBI ചോദ്യം ചെയ്യുന്നുണ്ട്. മനീഷ് സിസോദിയിൽ ഒതുങ്ങില്ല മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെയും അറിവോടുകൂടിയാണ് എന്ന വലിയ ആരോപണം വന്നതോടുകൂടി അരവിന്ദ് കെജ്രിവാളിനെ ഏപ്രിൽ 16-ന് 2023 CBIയും ചോദ്യം ചെയ്യുന്നു. 2023 ഒക്ടോബർ 4-ന് ആം ആദ്മി MP സഞ്ജയ് സിംഗിന്റെ വീട്ടിൽ ED റെയ്ഡ് നടത്തിയിരുന്നു. പിന്നാലെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അങ്ങനെ ആദ്യമായി മനീഷ് സിസോദിയുടെ അറസ്റ്റ് CBI, അതിന് പിന്നാലെ ഓരോരുത്തരെയായി ഈ അന്വേഷണ ഏജൻസികൾ അറസ്റ്റിലേക്കും മറ്റു നിയമ നടപടികളിലേക്കും കടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. സഞ്ജയ് സിംഗിന്റെ വീട്ടിലെ റെയ്ഡിന് പിന്നാലെ ED അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയാണ് ഒക്ടോബർ 4-ന്. അതിന് പിന്നാലെ 2023 ഒക്ടോബർ 30-ന് അരവിന്ദ് കെജ്രിവാളിന് ED ആദ്യത്തെ സമൻസ് അയക്കുകയാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട്. പക്ഷേ അദ്ദേഹം ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നില്ല. പിന്നീട് അവിടെ മുതൽ അങ്ങോട്ട് 8 സമൻസുകളാണ് ആകെ ED അരവിന്ദ് കെജ്രിവാളിനായി അയക്കുന്നത്. ഈ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് അരവിന്ദ് കെജ്രിവാളിന്റെ അറിവോടുകൂടിയാണ് ഈ അഴിമതി നടന്നത് എന്നാരോപിച്ച് ഒക്കെ സമൻസുകൾ അയക്കുന്നു. പക്ഷേ EDയുടെ നടപടി രാഷ്ട്രീയ പ്രേരിതമെന്ന് കണ്ട് അരവിന്ദ് കെജ്രിവാൾ ചോദ്യം ചെയ്യലിന് ഹാജരായില്ല. 2024 മാർച്ച് 15-ന് BRS നേതാവായ K. കവിതയെ ഈ കേസുമായി ബന്ധപ്പെട്ട് ED അറസ്റ്റ് ചെയ്യുകയാണ്. K. കവിതയോട് കൂടി അറിവോടുകൂടിയാണ് ഈ സ്വകാര്യ മേഖലയിലെ ആളുകൾ അല്ലെങ്കിൽ ഇതിന്റെ ഗുണഭോക്താക്കൾ അരവിന്ദ് കെജ്രിവാളിനും ഒപ്പം മനീഷ് സിസോദിയയ്ക്കൊക്കെ പണം നൽകിയത്. K. കവിതയ്ക്കും അതിൽ പണം ലഭിച്ചിരുന്നു എന്നൊക്കെയുള്ള കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് മാർച്ച് 15-ന് K. കവിതയെ ED അറസ്റ്റ് ചെയ്യുന്നത്. 2024 മാർച്ച് 21-ന് അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലാകുന്നതോടുകൂടി ദില്ലി മദ്യനയ കേസ് രാജ്യമൊട്ടാകെ ചർച്ച ചെയ്യുന്ന വലിയ ഒരു സംഭവ വികാസമായി മാറുകയാണ്. K. കവിതയുടെ അറസ്റ്റിൽ തന്നെ പ്രധാനമായും അന്ന് ഈ കേസിലെ മാപ്പുസാക്ഷിയായിരുന്ന ഒരാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് K. കവിതയുടെ അറസ്റ്റ് ഉണ്ടാകുന്നത്. അതിന് പിന്നാലെ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ കെട്ടിച്ചമച്ച ചില തെളിവുകളാണ്. പ്രത്യേകിച്ചും അദ്ദേഹം ഇതിന് പിന്നാലെ ഈ ഇലക്ട്രൽ ബോണ്ടിലടക്കം പണം നിക്ഷേപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ BJPയുടെ തന്ത്രമായിരുന്നു, BJPയുടെ തിരക്കഥയായിരുന്നു ഇതെല്ലാം എന്ന് തെളിയിക്കുന്ന തരത്തിലേക്ക് ഈ സംഭവ വികാസങ്ങൾ മാറുന്നതും നമ്മൾ കാണുകയാണ്. 2024 മാർച്ച് 21-ന് അന്ന് ഏകദേശം 2-3 മണിക്കൂറുകൾ അരവിന്ദ് കെജ്രിവാളിന്റെ വസതിക്കിലും EDയുടെ റെയ്ഡ് ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ തരത്തിലുള്ള ചർച്ചകൾ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന തരത്തിൽ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം അരവിന്ദ് കെജ്രിവാളിനെ മാർച്ച് 21-ന് ED അറസ്റ്റ് ചെയ്യുകയാണ്. അതിന് പിന്നാലെ അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും നിരന്തരമായി നിയമ പോരാട്ടങ്ങൾ നടത്തുന്നു. സുപ്രീം കോടതിയിൽ എത്തുന്നു. അറസ്റ്റിനെ ചോദ്യം ചെയ്ത് കോടതിയിൽ ഹർജി സമർപ്പിക്കുന്നു. പക്ഷേ അടിയന്തരമായി ആദ്യഘട്ടത്തിൽ അതിൽ വാദം കേൾക്കാൻ അല്ലെങ്കിൽ അറസ്റ്റ് തടയുന്ന നടപടിയിൽ വാദം കേൾക്കാൻ സുപ്രീം കോടതി തയ്യാറായിരുന്നില്ല. പിന്നീട് അങ്ങോട്ട് ദീർഘദിവസങ്ങൾ നീണ്ടുനിന്ന നിയമ പോരാട്ടത്തിലേക്ക് മദ്യനയ കേസിൽ ഈ ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളും മാറുകയാണ്. പിന്നീട് ദിവസങ്ങളോളം നീണ്ട വാദപ്രതിവാദങ്ങൾ. അങ്ങനെ 50 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ഇന്ന് ഈ കേസ് പരിഗണിച്ച സുപ്രീം കോടതി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിക്കുകയാണ്. ഏറ്റവും പ്രധാനം, ഈ കേസിന്റെ വാദം നടക്കുന്ന ഘട്ടത്തിൽ ഈ കേസ് രജിസ്റ്റർ ചെയ്ത 2 വർഷത്തോടടുക്കുമ്പോഴും അരവിന്ദ് കെജ്രിവാളിലേക്ക് നയിക്കുന്ന ഒരു തെളിവും കണ്ടെത്താൻ EDക്കായിട്ടില്ല എന്നുള്ളതാണ്. ആകെ ഈ മൊഴി മാറ്റിയ ഒരു മാപ്പുസാക്ഷിയുടെ മൊഴിയുടെ മാത്രം അടിസ്ഥാനത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നതിലെ യുക്തിരാഹിത്യമാണ് സുപ്രീം കോടതിയും ഒപ്പം തന്നെ ആം ആദ്മി പാർട്ടിയും ഒക്കെ കോടതിയിൽ ഉന്നയിച്ചത്. എന്നാൽ അരവിന്ദ് കെജ്രിവാളിന് ഇതിൽ പങ്കുണ്ട് എന്ന് ED വാദത്തിൽ ഉറച്ചു നിന്നു. അപ്പോൾ സുപ്രീം കോടതി ചോദിക്കുന്നു, അങ്ങനെയെങ്കിൽ ഈ 2 വർഷക്കാലത്തെ അന്വേഷണത്തിൽ എന്തുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിനെതിരായ തെളിവുകൾ ഹാജരാക്കാൻ EDക്ക് സാധിക്കുന്നില്ല എന്ന്. പക്ഷേ കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് ഈ വിഷയത്തിൽ മറുപടി ഉണ്ടായിരുന്നില്ല. ഈ അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യവുമായി ബന്ധപ്പെട്ട വാദം നടക്കുന്ന ഘട്ടത്തിൽ നഖശിഖാന്തം ED കെജ്രിവാളിന്റെ ജാമ്യത്തെ എതിർക്കുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടമാണ്. തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിന് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകണമെന്ന് ആം ആദ്മി പാർട്ടി പറയുമ്പോഴും അത് തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കുമെന്നാണ് EDയുടെ വാദം. അരവിന്ദ് കെജ്രിവാൾ പക്ഷേ അറസ്റ്റിലാകുമ്പോഴും ജയിലിലാകുമ്പോഴും മുഖ്യമന്ത്രി പദം ഒഴിയാൻ തയ്യാറാകുന്നില്ല. അതിനെതിരെയും BJP രംഗത്ത് വരുന്ന സാഹചര്യം കാണുകയും ചെയ്തിരുന്നു. ഒരു വേള രാഷ്ട്രപതി ഭരണത്തിലേക്ക് ദില്ലി പോകുന്നു എന്നതുൾപ്പെടെയുള്ള വാർത്തകൾ കേൾക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ആത്മവിശ്വാസത്തോടുകൂടി ഈ കേസിനെ നേരിട്ട അരവിന്ദ് കെജ്രിവാളിന് 50ാമത്തെ ദിവസം ദില്ലി മദ്യനയ കേസിൽ ഇടക്കാല ജാമ്യം ലഭിച്ച് അദ്ദേഹം പുറത്തിറങ്ങുകയാണ്. ചില നിയന്ത്രണങ്ങൾ, ഉപാധികൾ കോടതി വെച്ചിട്ടുണ്ട്. അത് ഈ കേസുമായി ബന്ധപ്പെട്ട കാലയളവായതിനാൽ
മറ്റ് ഭരണപരമായ കാര്യങ്ങളിലൊന്നും ഇടപെടരുത്, ഫയലുകളിൽ ഒപ്പിടരുത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. അപ്പോഴും ഈ കേസിന്റെ വിശദാംശങ്ങൾ പുറത്ത് സംസാരിക്കാൻ അരവിന്ദ് കെജ്രിവാളിനെ അനുവദിക്കരുത് എന്ന് ED സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടെങ്കിലും അതും കോടതി തള്ളുന്ന സാഹചര്യം ഉണ്ടാകുകയാണ്. അങ്ങനെ ഒരു പരിധിവരെ EDയുടെ വാദങ്ങളെ പൂർണ്ണമായും കോടതി നിരാകരിക്കുന്നു. ED എന്ന അന്വേഷണ ഏജൻസി ഉപയോഗിച്ച് കേന്ദ്ര സർക്കാരും BJPയും പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്നതിന്റെ തെളിവായിരുന്നു മദ്യനയ കേസ് എന്നതിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അരവിന്ദ് കെജ്രിവാളിന് കോടതി ഇടക്കാല ജാമ്യം നൽകുന്നതിലൂടെ.